കരുണാകരൻ സോണിയ ബന്ധം ഉലയാൻ കാരണം പത്മജ. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത് മകൾ പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച തർക്കങ്ങളാണെന്ന് മുതിർന്ന നേതാവ് കെ വി തോമസ് തന്റെ ആത്മകഥയായ കുമ്പളങ്ങി മുതൽ ചെങ്കോട്ട വരെ എന്ന പുസ്തകത്തിലാണ് ഈ വെളിപ്പെടുത്തലുകൾ ഉള്ളത്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കരുണാകരന്റെ ആഗ്രഹമാണ് സോണിയാഗാന്ധിയുമായുള്ള അകൽച്ചയ്ക്ക് പ്രധാന കാരണം. കരുണാകരന് വേണ്ടി കെ വി തോമസ് ആണ് ഈ ആവശ്യം സോണിയയുടെ മുന്നിലെത്തിച്ചത്. എന്നാൽ എന്തിനാണ് പത്മജയെ പിൻവാതിലിലൂടെ രാഷ്ട്രീയത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു സോണിയാഗാന്ധിയുടെ മറുചോദ്യം. ഈ സംഭവത്തോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായി തുടങ്ങിയത്. 2001 കെ മുരളീധരനെ KPCC അധ്യക്ഷനാക്കുന്നതിനോടും സോണിയാഗാന്ധിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ അന്നത്തെ UDF സർക്കാർ സുഗമമായി മുന്നോട്ട് പോകണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് അവർ ഈ തീരുമാനത്തിന് വഴങ്ങിയത്. ഹൈക്കമാൻഡിനെ എതിർത്ത് കോടോത്ത് ഗോവിന്ദൻ നായരെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയത് കരുണാകരനും സോണിയയും തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചു. ഈ അന്തരം പിന്നീട് ഒരിക്കലും കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പുസ്തകത്തിൽ പറയുന്നു. AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് കോൺഗ്രസ് മന്ത്രിമാർ ഫയലുകളുമായി കരുണാകരന്റെ വീട്ടിലെത്തുന്ന പതിവുണ്ടായിരുന്നു. ഇത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്ന് കരുതി താൻ ഇതിനെ ശക്തമായി എതിർത്തിരുന്നതായും വേണമെങ്കിൽ രാജിവെക്കാമെന്ന് കരുണാകരനെ അറിയിച്ചിരുന്നതായും കെ വി തോമസ് പുസ്തകത്തിൽ പറയുന്നു. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവും കരുണാകരനും തമ്മിലുള്ള അകൽച്ചയുടെ കാരണവും പുസ്തകത്തിൽ പറയുന്നു. നരസിംഹറാവുവിനെ PM എന്നാണോ പേരോ വിളിക്കാൻ കരുണാകരൻ തയ്യാറായിരുന്നില്ല. PV എന്ന് മാത്രമാണ് അദ്ദേഹം എപ്പോഴും വിശേഷിപ്പിച്ചിരുന്നത്. ഈ വിളിയോട് നരസിംഹറാവുവിന് കടുത്ത അസ്വസ്ഥത ഉണ്ടായിരുന്നുവെന്നും കെ വി തോമസിന്റെ ആത്മകഥയിൽ പറയുന്നു. 4 പതിറ്റാണ്ടോളം കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഉള്ളറകൾ അറിഞ്ഞിരുന്ന കെ വി തോമസ് നിലവിൽ ഇടതുപക്ഷത്തോടൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. ഫ്രഞ്ച് ചാരക്കേസ് അടക്കമുള്ള വിഷയങ്ങളിലും തന്റെ പുസ്തകത്തിൽ അദ്ദേഹം അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട്.